ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അധ്യായം ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 ശ്ലോകം 16 നമ്മള് ഈ പുരുഷോത്തമ യോഗം ഇപ്പൊ 15 ശ്ലോകം 16 ശ്ലോകം നമ്മൾ വായിച്ചു. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പരമപുരുഷോത്തമ ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി എന്ത് സേവ ചെയ്താലും എന്താ ഇതിനൊക്കെ പോയി. അപ്പൊ ഈ പുരുഷോത്തമ യോഗത്തിൽ പറയുന്നത് എന്തായാലും ഈ വൈദിക ജ്ഞാനം ഇതിന്റെ പരമ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പരമ ദിവത്വം പുരുഷനായിട്ട് കണക്കാക്കുക, മനസ്സിലാക്കുക. അതോടുകൂടി തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇത് പരമ പുരുഷത്വം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ശരണം പ്രാപിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭക്തിയുത സേവനത്തിന് വ്യാപൃതനാവുക നമ്മൾ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പരമദിവ്യോത്തം പുരുഷൻ ആരാണെന്ന് നമ്മളെ പഠിപ്പിക്കും. അതിനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും? അതിന്റെ വ്യത്യാസങ്ങള് ഭൗതിക ലോകം, ആധ്യാത്മിക ലോകം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ക്ഷരം അക്ഷരം എന്ന് രണ്ട് വാക്ക് വരുന്നുണ്ട്. ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്ന, അക്ഷരങ്ങളും നശിക്കാത്ത. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ഷരം ആരാണ്, അക്ഷരം ആരാണ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതിലാണ്. അപ്പൊ ഇതിലെന്താണെന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് നമ്മൾ 3 ഗുണങ്ങളെ പറ്റി പഠിച്ചു. ത്രിഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന സത്വഗുണം, സത്വഗുണം, രജോഗുണം നമ്മളെ ബാധിക്കുന്നതാണ്. പക്ഷെ ബാധിക്കും. ഒരേ സമയത്ത് ഒരു 3ഉം ചില സമയത്ത് ബാധിക്കും. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിൽ ഉൾപ്പെടുത്തി പോകും. അതാണ് നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് അവനെ സമൂഹത്തിൽ പോയി അപ്പൊ അതിന് തിരിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. തമോഗുണത്തിലായി. അതേപോലെ സത്വഗുണത്തിലായാലും രജോഗുണത്തിലായാലും രജോഗുണത്തിൽ നമുക്ക് എന്തെങ്കിലും കണ്ടു അറിയാതെ, നമ്മളറിയാതെ, മനസ്സെന്നുകൊണ്ട് അങ്ങനെയാണ്. മനസ്സിനെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും കുടുങ്ങിപ്പോകും. അപ്പൊ മനസ്സിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അതിൽ പോകും. അപ്പൊ എങ്ങനെ രജോഗുണമായി. സത്വഗുണത്തിൽ വരാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം കണ്ടി ഒരു റോസാപ്പൂ കണ്ടു. റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ ആണുങ്ങളെ ചോദിച്ചാൽ ഇത് ഭാര്യയുടെ തലയിൽ കൊണ്ട് ചൂണ്ടിക്കണം എന്ന് കാര്യം അല്ലെ? അതാണ് സാധാരണഗതി. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് എന്നാ ഭക്തനോ അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുന്നവരാണെങ്കിലോ ഇത് ഭഗവാൻ നിവേദിക്കാനായിട്ട് നാം ശ്രമിക്കും. അതിന്റെ ആ ഭംഗി, അതിന്റെ ഇതാണ് ആ ഇതിലൊക്കെ കാണുമ്പോൾ ഭഗവാൻ ഓർമ്മ വരും. ഭഗവാനെ ഓർമ്മ വരണം. എന്ത് തന്നെ കണ്ടാലും. അപ്പൊ എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്ത വരികയാണെങ്കിൽ ഈ ഭൗതികമായിട്ടുള്ള ചിന്തകൾ നമുക്കൊന്നും വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ റോട്ടികളും നടക്കുകയാണ്. ഷോക്കേസിൽ പലതും വെച്ചിട്ടുണ്ടാവും. ഇത് കാണുമ്പോൾ നമുക്ക് നോക്കാൻ തോന്നും. ചിലപ്പോ ഭ്രമം ഉണ്ടായാലും വരും. പക്ഷെ ഇങ്ങനെയാണെങ്കിൽ കാണുന്നത് നമ്മൾ ഭഗവാനിൽ കൂടെ കാണുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള അത് എനിക്ക് വേണം അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ തോന്നില്ല. ഭംഗി ആസ്വദിക്കാം. ഭംഗി ഭഗവാന്റെ ഊർജമാണ് എന്നുള്ളത് മനസ്സിലാക്കി നമുക്ക് അത് ആസ്വദിക്കാൻ സാധിക്കും. പക്ഷെ അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പൊ എന്തുവരും വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വളർച്ചയും കുറയും. നമുക്ക് ഈ കാമമാണ് നമ്മളെ വഴി തെറ്റിക്കുന്നത്. കാമം അല്ലേ? നമുക്കറിയാം കാമം, ക്രോധം, ലോകം, ഇതൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്. ഈ കാമത്തിൽ പെടാതിരിക്കാനായിട്ട് നമ്മൾ ഏത് സമയത്തും ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ ഓർമ്മ നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ എന്ന് വെച്ചാൽ കുറെ അധികം നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് മറ്റുള്ള സേവനത്തിന് ഈസി ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭൗതിക ലോകത്തിലാണ്. ഭൗതിക ലോകത്ത് എന്ത് കണ്ടാലും നമ്മൾ ആഗ്രഹിച്ചു പോകില്ല എന്ന് പറയില്ല. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളെ വാചകം എന്തെങ്കിലും ഇതാണ് നമുക്ക് രൂപഗോസ്വാമിയുടെ ആ ബുക്ക് ഉണ്ടല്ലോ, നെക്സോ ഡിവോഷൻ. അതിൽ ആദ്യം തന്നെ വാചകവേഗമാണ്. വാചകവേഗം നാക്കിനെ നമുക്ക് ഇതാണ് നമുക്കില്ലാത്ത അല്ലെ. നമുക്ക് നമ്മുടെ നാക്ക് വെറുതെ ഇരിക്കില്ല. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ വേറെ ആരും പറയില്ല, അതിന് എടുത്തു പറഞ്ഞു പറയരുത്. സത്യത്തിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതിനാണ് നാക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബെല്ലിയെ നമ്മുടെ വയറിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മറ്റുള്ള താഴെയുള്ള ഇന്ദ്രിയങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും.
നമ്മൾ നാക്കെന്തിനു വേണ്ടിയിട്ടുള്ള പറയാനാണ് ലോകം ഒട്ടിട്ട് ഇത് തന്നെ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വലിയ പ്രയാസമുള്ളതുണ്ട്. വലിയ അങ്ങേറ്റത്ത് ജ്ഞാനി ആയില്ലെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് പറ്റും സേവനം ചെയ്ത് നമുക്ക് മനസ്സിനൊന്ന് സമാധാനത്തോട് നോക്കുവാൻ സാധിക്കും. അപ്പൊ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ 15 തന്നെയല്ല 15, 16, 17, 18 ത്രിശ്ലോക ഗീത എന്ന് പറയാം. ത്രിശ്ലോക ഗീത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 3 ശ്ലോകം നമ്മൾ ചതുശ്ലോകി ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് അല്ലെ? അത് ഏതാണ് 10, 8, 9, 10, 11 അല്ലെ? ഇത് പഠിച്ചിട്ടില്ല? ഓർമ്മയുണ്ടോ? ഇടയ്ക്കൊക്കെ വായിച്ചു അതെ. ഇതില് ത്രിശ്ലോകത്തിന്റെ 3 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത. അതാണ് 16, 17, 15. കാരണം എന്താ വെച്ചാൽ പുരുഷോത്തമ യോഗമാണ്. ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്. ഭഗവാനെ നമ്മൾ പുരുഷോത്തമനായിട്ട് പരമജീവോത്തമ പുരുഷനായിട്ട് നമ്മൾ മനസ്സിൽ ഭഗവാൻ തന്നെ അവിടെ നമുക്ക് ഉറപ്പിച്ച് തരികയാണ്. ഞാനാണ് ഭഗവാൻ, ഞാനാണ് ഉത്തമമായിട്ടുള്ള പുരുഷൻ, എനിക്ക് അപ്പുറം വേറെ ആരുമില്ല, എനിക്ക് തുല്യമായിട്ട് ആരുമില്ല. അതൊക്കെയാണ് എനിക്ക് പറയുന്നത്. അക്ഷരവും ക്ഷരവും എന്ന് പറയുന്നത് ഇതാണ്. ഒരിക്കലും ഇവർ രണ്ടുപേരും ഭഗവാന് തുല്യമാവാൻ സാധിക്കില്ല. നമ്മള് ഭഗവാന്റെ നാമത്തിൽ ചെയ്യുന്നു വിചാരിച്ചിട്ട് നമുക്ക് ഭഗവാന് തുല്യമാവാൻ പറ്റുമോ? ഇവിടെ കുടസ്ഥം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വൺനെസ്, ഒന്നാവുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭഗവാനുമായിട്ട് ഒന്നായി എന്നല്ല. ഭഗവാനുമായിട്ട് ഉണ്ടാവണേ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്ന ഐഡന്റിറ്റി പോയി. അപ്പൊ അത് അങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷെ ഭഗവാന്റെ താല്പര്യങ്ങൾ, ഭഗവാന്റെ ഡിസൈർസ് അതിനോട് സാമ്യപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകാന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ക്ഷരായാലും അക്ഷരായാലും ഭഗവാൻ തുല്യമാവാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ഈ അധ്യായത്തിൽ കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് ഈ 16, 17, 18. അതാണ് ഞാൻ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അധികമൊന്നുമില്ല, എന്നെ കൊണ്ട് കഴിവുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതിൽ ശ്ലോകം ഞാൻ ആദ്യം വായിക്കാം. നമ്മൾ 15 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സർവസിദ്ധാഹം അല്ലെ? അതിന്റെ താല്പര്യങ്ങള്, അതിന്റെ പ്രാധാന്യങ്ങള്, സർവസിദ്ധാഹം പ്രതിസന്ധിയും അല്ലെ? എല്ലാം അറിവിയും എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് പറഞ്ഞു തന്നു. അതിന് മുന്നോടിയായിട്ടാണ്. അതിൽ സർവ്വജീവികളുടെ ഹൃദയത്തിൽ ഞാൻ വാഴുന്നു, സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് വാഴുന്നത് എല്ലാ വേദങ്ങളിലൂടെയും. കാരണം അദ്ദേഹം തന്നെ വേദം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിനുള്ള വേദങ്ങൾ അറിവുള്ളത്. വേദങ്ങളിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതും അദ്ദേഹത്തിന് തന്നെയാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇനിയിപ്പോ 16 പറയുന്നുണ്ടാകും നോക്കാം. ഗൗവിമോ പുരുഷോ ലോകേ ചരജാക്ഷര ഏവജ ക്ഷര സർവാണി ഭൂതാനി പുരസ്തോട് അക്ഷര ഉച്യതേ. ഗൗവിമോ പുരുഷോ ലോകേ ചരജാക്ഷര ഏവജ ക്ഷര സർവാണി ഭൂതാനി പുരസ്തോക്ഷര ഉച്യതേ. ഗൗവിമോ പുരുഷോ ലോകേ ചരജാക്ഷര ഏവജ ക്ഷര സർവാണി ഭൂതാനി പുരസ്തോക്ഷര ഉച്യതേ. അത്യാവശ്യം ആർക്കും വായിക്കാം. പുരുഷോ ലോകേ സർവാണി ഭൂതാനി അക്ഷര ഉച്യതേ. സർവാണി ഭൂതാനി സർവാണി ഭൂതാനി അക്ഷര ഉച്യതേ. അക്ഷര ഉച്യതേ. പുരുഷോ ലോകേ സർവാണി ഭൂതാനി പുരസ്തോക്ഷര ഉച്യതേ. ഗൗവിമോ പുരുഷോ ലോകേ
വായിക്കോ? വായിക്കണ്ട. ഒരു സർവാണി ഭൂതാനി ലളിതമാചാരി വായിക്കൂ. വായിച്ചോ? വായിച്ചോ? പദാർത്ഥം ലോകേ ലോകത്തിൽ ക്ഷരജാക്ഷരനെന്നും അതായത് വീഴ്ച പറ്റുന്നവനെന്നും അക്ഷരജ അക്ഷരനെന്നും തെറ്റുപറ്റാത്തവനെന്നും ഇമൗ ദൗ പുരുഷവും രണ്ടു പുരുഷന്മാരുണ്ട്. ക്ഷര തെറ്റുപറ്റാവുന്നത്. സർവാണി ഭൂതാനി സകല ഭൂതങ്ങളാകുന്നു. അക്ഷര തെറ്റുപറ്റാത്ത കുടസ്ഥ ഏകീഭാവത്തിൽ ഉച്ചതേ പറയപ്പെടുന്നു. വിവർത്തനം ചെയ്യപ്പെടുക. പരമപുരുഷന്മാർ രണ്ടുവിധം, തെറ്റുപറ്റാത്തവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. അപ്പൊ ഇവിടെ എന്താണ് ഭഗവാൻ തന്നെ പറയുന്നു, ഭൗതിക ലോകത്തിലുള്ള എല്ലാവർക്കും തെറ്റുപറ്റുന്നു. എന്താ ഇങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്, അദ്ദേഹത്തിന് നമ്മളെയൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ ഈ നമുക്ക് തെറ്റേ പറ്റുള്ളൂ എന്ന് പറയുന്നത്? അപ്പൊ അതിൽ അർത്ഥമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 4 തരത്തിലും ന്യൂനതകൾ നമുക്കുണ്ട് അല്ലേ? ഏതൊക്കെയാണെന്ന് പറയാൻ ആരെങ്കിലും? നമുക്കറിയാം, സാധാരണ നമുക്കറിയാവുന്ന അല്ലേ? ഏതൊക്കെയാ? അതായത് ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല, തെറ്റുപറ്റും, വഞ്ചന, മറ്റുള്ളവരെ വഞ്ചിക്കാൻ പോകും, പിന്നെ ഇല്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്ത് കണ്ടാലും മോഹിക്കും. വ്യാമോഹം, എനിക്കത് വേണമെന്ന് തോന്നും. ഈ 4 ന്യൂനതകൾ നമുക്ക് ഉള്ളതാണ്. അതെങ്ങനെയാ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്ത് വന്നപ്പോൾ നമുക്ക് ഈ ഭൗതിക ഈ ഗുണങ്ങളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണിത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഒഴിവാകണം. ഇങ്ങനെയുള്ള ഇല്ലേ, ഇപ്പൊ നമുക്ക് തോന്നാറുണ്ട് ആരെങ്കിലും ഒന്ന് വഞ്ചിക്കണം എന്ന് നമുക്ക് തോന്നും. 10 പൈസയ്ക്ക് ഒരാളെ വഞ്ചിക്കും, നമുക്ക് ഈ ഇരിക്കുന്ന ആർക്കും തോന്നില്ല. അതെങ്ങനെ ഉണ്ടായേ? നമ്മൾ ഇതിൽ വന്നു നാമജീവിക്കാൻ തുടങ്ങി, ഭഗവാനെ മനസ്സിലാക്കാൻ തുടങ്ങി. ആചാര്യന്മാര് പറയുന്നു അത് കേൾക്കുന്നു, ഗുരുക്കന്മാര് പറയുന്നത് കേൾക്കുന്നു, ആ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കുക, അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരെയും പറ്റിക്കണം. നുണ പറയല് കുറഞ്ഞില്ലേ? നുണ അല്ലേ? മറ്റങ്ങനെ ഒരു ദിവസം എത്ര നുണ പറയും? എത്ര നുണ പറയും? 1000 കണക്കുണ്ട്. ഇപ്പൊ അതുണ്ടോ? ഇല്ല, നുണ പറയണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അതുകൊണ്ട് എന്താ ഗുണമുള്ളേ? നമുക്ക് അതിന്റെ അഥവാ ഇനിയിപ്പോ ഗുണമുണ്ടായാലും അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ പ്രതിഫലനം നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പൊ പിന്നെ അത് കിട്ടാതിരിക്കാനുള്ളത് നുണ പറയില്ല. പിന്നെന്താണ് നമുക്ക് എന്താണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മതിലിനപ്പുറം എന്താ നടക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയം അത്രയേ ഉള്ളൂ, അധികം ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, വ്യാമോഹം. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വ്യാമോഹം, ഇല്യൂഷൻ. പക്ഷേ നമുക്ക് വേണമെന്നുള്ള ആ പ്രൊപ്പൻസിറ്റി, ആ വേണമെന്നുള്ള താല്പര്യം അത് നമുക്കുണ്ട്. അതും നമുക്ക് ഇപ്പൊ പറയുകയാണെങ്കിൽ വളരെയധികം കുറഞ്ഞു അല്ലേ? കുറഞ്ഞു തന്നെ പറയാം, ഒരു സംശയമില്ല. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു സത്സംഗത്തിലേക്ക് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും 4 ആൾ മുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പട്ടുസാരി എഴുതാൻ നോക്കും. ഏറ്റവും വില കൂടിയ പട്ടുസാരി, അതിന് പറ്റിയ മറ്റത് മറിച്ച് ഇതൊക്കെ ഉണ്ടാവും. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഉണ്ട്. ഇവിടെ അത് തന്നെ ഉണ്ടോ? സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ആരെയും കാണിക്കാണ്ട നമ്മൾ, നമുക്ക് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. കാണിക്കണമെങ്കിൽ ഭഗവാനെ കാണിക്കണം. അതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയായിട്ട് വരുത്താത്തില്ല. ഭഗവാൻ പറയേണ്ടത് എന്റെ അമ്പലത്തിൽ വരും, എന്റെ അടുത്ത് വരുമ്പോൾ നീറ്റായിട്ട് വൃത്തിയായിട്ട് വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രഭു അത് എടുത്തു പറയുന്നത്. ഒരിക്കലും
മുഷിഞ്ഞ വസ്ത്രങ്ങളും അതും ഇതുമായിട്ട് ഇന്ന് ഉപയോഗിച്ച് നാളെ ഉൾക്കൊണ്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയും. ചില സമയത്തൊക്കെ പറ്റിപ്പോകും, ചില സമയത്ത് നമുക്ക് നടന്നൊന്നുമില്ല. എന്നിരുന്നാലും മനസ്സിലുണ്ട് നമുക്ക് ശുദ്ധമായിട്ട് ഭഗവാന്റെ അടുത്ത് പോകണമെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വരാൻ കാരണം വെച്ചാൽ ഈ ഭഗവത്ഗീതയും ഭാഗവതം ഒക്കെ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഭാഗവതത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോ ഒരു ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, പക്ഷെ നമുക്ക് അധികാരികമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെ ഭാഗവതം ക്ലാസ് നിന്നുപോയി. അത് വിദ്യാമാതാജിക്ക് എത്ര നന്നായിട്ട് ക്ലാസ് എടുത്താൽ നമ്മള് രാധാശക്തി മാതാജിയൊക്കെ ഭാഗവതം ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. കാലത്ത് 9 മണി 10 മണി വരെ. ഞാൻ എടുക്കാറില്ല, എന്റെ പോട്ടെ, ഞാൻ മോശമില്ല. അതേപോലെ എത്രയോ പേര് വരുന്നുണ്ട്. പൂർണ്ണനന്ദിനി മാതാജി തിരുവനന്തപുരത്ത് നിന്ന്. അതൊക്കെ നിന്നുപോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സമയമില്ല. കേൾക്കാൻ സമയമില്ല. കാലത്ത് 8 മണിക്ക് 9 മണിക്ക് വരാൻ ആരുമില്ല. ആരും ഇല്ലാണ്ടായപ്പോ അദ്ദേഹം തന്നെ നമ്മളെ ആ പ്രഭുവിന്റെ പേരെന്താണ്, രാഖേൽ പ്രഭു നിർത്തി. രണ്ടുപേരൊക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്ന അത് ക്ലാസ് എടുക്കുന്നവനെ കളിയാക്കലാകൂലേ. അതുകൊണ്ട് അത് നിന്നു. ഇപ്പൊ എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി സത്സംഗത്തിലെ ഭാഗവതം ക്ലാസ് ഇല്ല. രാവിലെ ഗോപാൽ പ്രഭു എടുക്കണം 7 മുതൽ 8 വരെ ഇംഗ്ലീഷ്. പക്ഷെ അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ? ആരും ഒരു ക്ലാസ് ഈ ഭാഗവതം ക്ലാസ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് പോയിരുന്നു. എല്ലാവരും നന്നായിട്ട് ക്ലാസ്. ധ്യാമാതാജിയുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്തായാലും പറയാം, വളരെ ഉത്തമമാണ്. സംശയമില്ല ആ കാര്യത്തിൽ. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവില്ല, എന്നാലും പുള്ളി കേൾക്കും. കാരണം അത് ഗ്രഹിക്കാനുള്ള കഴിവ് നമുക്കില്ല. ആയിക്കോട്ടെ, എന്നാലും പ്രഭാത് പറയുന്നത് കേട്ടോളൂ. ഏത് ഭാഷയിലും കേൾക്കാനാണ് പറയുന്നത്. ഏത് ഭാഷയെ പറഞ്ഞാലും ഭഗവാന്റെ കാര്യമാണോ കേട്ടോളൂ കേട്ടോളൂ കേട്ടോളൂ. അപ്പൊ അങ്ങനെയാണ് അത് നിന്നുപോയി. എനിക്ക് വലിയ വിഷമം ഉണ്ടാക്കി. എനിക്കത് ഞാൻ വിളിച്ചു വെച്ചു പറയുന്നത് സംഗതി കാലത്ത് ആരും കേൾക്കാണ്ടാവില്ല. അത് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും ഇവിടെ സേവയ്ക്ക് വരികയാണ്. സേവയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ സേവപ്പുറം ഡോക്ടർ പ്രഭു രാവിലെ ഇവിടെ സേവയ്ക്ക് വന്നാൽ അത് ഓൺ ചെയ്ത് വെക്കാറ് പതിവ് കിച്ചണില്. അങ്ങനെ ആരെങ്കിലുമൊക്കെ കേൾക്കും. ഇപ്പൊ അദ്ദേഹം പറയണത് ഡോക്ടർ പ്രഭു വയ്ക്കാറില്ല എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞാൽ മതിയുള്ള കാര്യം. മറ്റൊരു ഇദ്ദേഹം ഓൺ ചെയ്ത് വെക്കുന്ന ആരെങ്കിലുമൊക്കെ കൂടെ ചിട്ടേക്കും അവിടെ ഇവിടെ. പക്ഷെ ഭാഗവതങ്ങളെ കേട്ടുകൊണ്ടിരിക്കും. ഇന്നിപ്പോ ആരും ഇല്ലാണ്ടായി. ഞായറാഴ്ച ക്ലാസ് ഇല്ല. അത് വലിയൊരു വിഷമമുണ്ട് എനിക്ക്. വലിയ വിഷമം ചെയ്യാൻ നമ്മളെ അവസരം പോയില്ലേ. നമുക്ക് കേൾക്കാൻ ഇനിയിപ്പോ ആര് പറഞ്ഞു തരും? നമുക്ക് ഭാഗവതം പറയും. ഇനി ആരുണ്ടോ നമുക്ക് ഭാഗവതം ക്ലാസ് പറഞ്ഞു തരാനായിട്ട്? ഓൺലൈൻ ആകുമ്പോൾ എളുപ്പമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈൻ വെച്ചിട്ട് കിച്ചണിൽ പണിയിട്ടാം. മറ്റു വേറെ എന്തെങ്കിലും പറ്റില്ല. ഇത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് എന്നും 7-8 മണിക്കൂടെ വരാൻ പറ്റുമോ? ഞായറാഴ്ച ഒരൊറ്റ ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ആ 8 മണിക്കൂടെ വന്നിരുന്ന് ഇത് ഇവിടുത്തെ കഴിഞ്ഞ് പോകുമ്പോൾ പ്രഭുവൊക്കെ പോകുമ്പോൾ 4 മണിയാവും. അതിവിടെ വന്നിരുന്ന് നമുക്ക് പറ്റും. അപ്പൊ ഈ ഓൺലൈനായിട്ട് വളരെ എളുപ്പം ഭഗവാൻ നമുക്ക് ആ കൊറോണയെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നാണ് അത്. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കാൻ നമുക്കത് അവസരം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാൻ നമുക്ക് ചെറുതായിട്ടൊരു സ്വാതന്ത്ര്യം തന്നുണ്ട്, അല്ലേ? ചെറിയൊരു സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് നമ്മൾ കുടുങ്ങി പോകുന്നത്. ആ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ ഭഗവാനെ മറികടക്കാൻ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് പറ്റി? എല്ലാം ചരത്തിക്കെടുക്കാൻ കിടക്കണം. അത് അതെ അതെ അത് വലിയൊരു നഷ്ടമാണ് നമുക്ക് കിട്ടുന്നത്. നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി എവിടെ കൂടി ഭാഗവൻ ക്ലാസ്സിൽ നമുക്ക് എവിടെ പോകും? വേണ്ട കൊച്ചിയിലെ വേറെ പോകാൻ പറ്റും? എവിടെ പോകും നമ്മള്? നമുക്ക് ആദ്യം രാഷ്ട്രീയം കൊച്ചിയിൽ. അപ്പൊ ഞാൻ ഗോപാൽ സംസാരിച്ചിട്ടില്ല. നമുക്ക് ആധികാരമായിട്ടല്ല ഞാൻ പറയുന്നത്. കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാണ്. പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ ആരും ഞാൻ നമ്മളല്ല. തിങ്കളാഴ്ച ഞാൻ ക്ലാസ് എടുത്തു. തിങ്കളാഴ്ച മറ്റേ മാതാജിയുടെ ക്ലാസ് ഉണ്ട്. അപ്പൊ മാതാജി ഇത് തിരക്കിലാണ്. ആകെ 2 പേര്. 2 പേര്. അജിത മാതാജി ക്ലാസ് വരാനാണ് കാണാൻ. അന്ന് വന്നിരുന്നു. ഞാൻ ക്ലാസ് 2 പേര്. ഞാൻ എങ്ങനെ ക്ലാസ് എടുത്തു? ഒന്ന് ഇന്ദുമതി മാതാജി, ഒന്ന് ഞാൻ. പിന്നെ വേറൊരു പത്മാവതിയാണ്. പത്മാവതി, അത് ഞാൻ ആളെ അറിയില്ല. ഇതൊരു ക്ലാസ് എടുക്കുക. ആളൊരു പറഞ്ഞു. നമുക്ക് തന്നെ വിഷമം സങ്കടം തോന്നും. ആ പ്രഭു ഇന്നൊരു കാര്യമുണ്ട്. പ്രഭാതം നമുക്ക് ഈ ഭഗവത്ഗീതയുടെ ഇൻട്രഡക്ഷൻ
അത് ആരും ഇല്ലാണ്ട് അദ്ദേഹം ക്ലാസ് എടുത്താണ് നമുക്ക് കിട്ടിക്കുന്നത്. അദ്ദേഹം ഒരു എന്താണ് പന്തൽ പന്തൽ ഇതിന് ഒരു ദിവസം അമേരിക്കയിൽ വെച്ച് വിളിക്കുന്നല്ല, വിളിച്ചു ആരും വന്നില്ല. ആരും വന്നിപ്പോ എന്ത് ചെയ്യാൻ, അദ്ദേഹം സ്റ്റേജിൽ ഒറ്റയ്ക്കാണ് ക്ലാസ് എടുത്തു. അതാണ് നമുക്ക് ഇൻട്രഡക്ഷൻ ഉണ്ട്, ഭഗവത്ഗീത ഇൻട്രഡക്ഷൻ ആയിട്ട് നമുക്ക് 1 മണിക്കൂർ വേണം. 1 മണിക്കൂറിൽ തീരുന്നില്ല. അതിന് കൂടുതൽ അദ്ദേഹം ക്ലാസ് എടുത്ത് അത് നമുക്ക് ഇൻട്രഡക്ഷൻ ആയി തന്നു. പക്ഷെ അതേപോലെയൊക്കെ നമുക്ക് പറ്റും. നമ്മൾ ഒരാൾക്ക് വേണ്ടി നമുക്ക് 1 to 1 ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ ഈ ഒരു സത്സംഗത്തിൽ ഒരാളും അല്ലെങ്കിൽ രണ്ടാളും ക്ലാസ് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം പറയേണ്ടത് വരില്ല നമുക്ക്, അതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നെ ഉദ്ദേശം ഈ ന്യൂനതകൾ, നമുക്ക് ഈ ന്യൂനതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പെട്ടുപോണത്. അതിൽ നിന്ന് നമ്മളിപ്പോ ഒരുവിധമൊക്കെ നമ്മൾ ഒഴിവായെന്ന് എനിക്ക് വിശ്വസിക്കണം, ഞാൻ വിശ്വസിക്കണം. എല്ലാവരും പോലെ ഈ 4 ന്യൂനതകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാൻ പറ്റില്ല. കാരണം മനസ്സിലെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അത് നന്നായി. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതായിട്ട് പോകും. അപ്പൊ ഇവിടെ ഭാവാർത്ഥം നമുക്ക് ചെറുതായിട്ടൊന്ന് വായിക്കാം. ഭാവാർത്ഥം ശ്രീലപ്രഭാതിക്ക് ഭഗവാൻ വ്യാസദേവനായി അവതരിച്ച് വേദാന്ത സൂത്രം രചിച്ചു എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഇവിടെ ആ വേദാന്ത സൂത്രങ്ങളിലെ പൊരുൾ സംക്ഷിപ്തമായി പ്രതിപാദിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, വൈദ്യ ജ്ഞാനം അത് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ഇതിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. പൊതുവെ പ്രതിപാദിക്കുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവിതസത്തങ്ങളെ പൊതുവെ 2ആയി തിരിക്കാം. പറ്റുന്നവനെയും അല്ലാത്തവനെയും. പരമപുരുഷന്റെ നിത്യവിഭിന്നാംശങ്ങളാണ് ജീവസത്തകൾ. ഭൗതിക ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ജീവഭൂതർ എന്ന് പറയുന്നു. അക്ഷര സർവാണി ഭൂതാനി എന്നതുകൊണ്ട് അവർക്ക് വീഴ്ച പറ്റാം എന്നർത്ഥം. ഭഗവാനോട് ഏകീഭവിച്ചിട്ടുള്ളവരാകട്ടെ വീഴ്ചയില്ലാത്തവരും ഏകീഭവിച്ചു എന്നതുകൊണ്ട് അവർക്ക് വ്യക്തിത്വമില്ല എന്നർത്ഥമാകുന്നില്ല. അനേകമില്ലെന്ന് മാത്രമാണ് അർത്ഥം. ചെയ്യാൻ ഐക്യത്തോടുകൂടി ഭഗവാനോട് ഏകീഭവിച്ച് പോകുന്നു എന്ന് അർത്ഥം. ശിഷ്യയുടെ ഉദ്ദേശത്തിന് അനുകൂലരാണ് ഈ ജീവാത്മാക്കൾ. ആത്മീയ ലോകത്തിൽ സൃഷ്ടിയൊന്നുമില്ല എങ്കിലും വേദാന്ത സൂത്രത്തിൽ പറയുന്ന പോലെ സർവ ബഹിസ്ഫുരണങ്ങളുടെയും ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാകയാൽ ഈ ആശയം സ്വീകാര്യമാണ്. ഇതാണ് ഇവിടെ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത്. നമുക്ക് ചില നോട്ടുകളൊന്നും. അപ്പൊ ഇവിടെ ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്ന കൃഷ്ണൻ എല്ലാം നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നിരിക്കണം. എന്താണ് വിസ്തരിച്ചത്? നമ്മൾ ഭൗതിക നമ്മൾ ആക്ച്വലി ഹരേ കൃഷ്ണ, നമ്മൾ ആക്ച്വലി ഭൗതിക ബന്ധനത്തിലാണ് കിടക്കാണ് നമ്മൾ, അല്ലെ? ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ബന്ധനം നമുക്ക് തീർച്ചയായും ഉണ്ട്. അപ്പോ ഇത് അങ്ങനെ ഇരിക്കുമ്പോഴും നമ്മൾ നിയന്ത്രിക്കുന്ന ആരാണ്? ഭഗവാനാണ്. പരിപാലിക്കുന്നതാണ്, അതും ഭഗവാൻ തന്നെയാണ്. നമ്മൾ ബന്ധനത്തിലാണ്, എന്നിരുന്നാലും പോകാൻ കൈവിട്ടിട്ടില്ല. നമ്മളെ പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ് നാം പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ വേദങ്ങൾ രചിച്ച ആരാണ്? അദ്ദേഹം രചിച്ചത്. വേദങ്ങൾ അറിയുന്ന ആരാണ്? അദ്ദേഹമാണ് അറിയുന്നത്. വേദങ്ങൾ എന്താണ് നമ്മൾ അറിയേണ്ടത്? അതും ഈ വേദങ്ങൾക്ക് ഭഗവാനെ അറിയാവുന്നതാണ്. അതും വേദത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞു തരുന്ന വെച്ചാൽ ഇങ്ങനെയൊക്കെ ഭൗതിക ബന്ധനത്തിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ രക്ഷപ്പെടുക എന്നുള്ളത് ചോദിക്കണം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പാതകൾ ഭഗവാൻ പറഞ്ഞിരുന്നുണ്ട്. അതും ഈ കൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഈ അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനം, ഈ ജ്ഞാനം ഭഗവാൻ നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് വരുന്ന ഒരു അക്ഷരം അതിൽ നിന്ന് പിന്നെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇതൊക്കെ തരുന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ ഒരു ഉദ്ദേശം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാറുണ്ട്, മറ്റുള്ളവരോട് താല്പര്യം കാണിക്കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹം കൊടുക്കുകയാണ് അവർക്ക്, അല്ലാതെ അവരിൽ നിന്നും നമ്മൾ വാങ്ങിക്കില്ല. അങ്ങനെയാണ് ഒന്നും തന്നെ. സ്നേഹത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. കൊടുക്കുക, നിറച്ചു കൊടുക്കുക. നമുക്ക് എത്ര ഉണ്ടാകും അത്രയും നമുക്ക് മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുക. വീതിക്കേണ്ട അങ്ങനെ മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ്.
ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഓരോ പ്രവൃത്തി, പ്രത്യേകിച്ച് സ്നേഹത്തിന് ഇതാണ് നമ്മൾ ഭഗവാനോട് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞ ഈ അധ്യാത്മികൾ പറഞ്ഞു തരുന്നത്. നമ്മൾ ഭഗവാൻ സേവിക്കുക, ഭഗവാനിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും അത് തരണ്ടെന്ന് ഭഗവാൻ അതൊന്നും വേണമെങ്കിൽ തരണ്ട. നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മള് ആ തരുന്നത് കൊണ്ട് നമ്മൾ ഒരുപക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരും അല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ആവശ്യമില്ലാതൊന്നും നമുക്ക് തരില്ല, അതൊക്കെ ഭഗവാൻ കണക്കാക്കി തരുള്ളൂ. പിന്നെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി അതേപോലെ നമ്മൾ ജീവിക്കാൻ സ്മരിക്കാൻ പഠിക്കാന്നുള്ളതാണ്. അല്ലാത്തവർക്കാളും നമ്മള് വീണ്ടും വീണ്ടും നമ്മള് പ്രശ്നങ്ങളിൽ കുടുങ്ങും. അതാണ് നമ്മൾ അടുത്ത വായിക്കാം. ഭഗവത് വചനം അനുസരിച്ച് ജീവസത്തകൾ രണ്ടു വിധമുണ്ട്. ഇതിനെക്കുറിച്ച് വേദങ്ങൾ തെളിവ് നൽകുന്നതിനാൽ സംശയത്തിനിടയിലാണ്. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമായുള്ള ബന്ധത്താൽ ജീവസത്ത ബന്ധനായിരിക്കുന്നു കാലത്തോളം ഭൗതിക സമ്പർക്കത്തിൽ ജീവസത്തകൾ അസ്ഥിരങ്ങളായ ഭൗതിക ശരീരങ്ങളിൽ ഉൾപ്പോകുന്നു. ജീവബന്ധനായിരിക്കുന്ന കാലത്തോളം ഭൗതിക ബന്ധനത്താൽ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കാം. ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാറ്റങ്ങൾ വരുന്നത്? ഭൗതിക ലോകത്ത് എല്ലാ വസ്തുക്കളും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വസ്തുക്കളിൽ കൂടെയാണ്, ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ കൂടിയാണ് എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ആവശ്യമായ ആധ്യാത്മിക ലോകത്ത് അതില്ല. അവിടെ എന്താണ് എന്താണ് ഈ മറ്റുള്ള കാമം, ക്രോധം, ലോകം, മോഹം ഇതൊന്നും ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അതെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ഭൗതിക വസ്തുക്കളല്ല, വസ്തുക്കളിൽ കൂടെയല്ല, അത് ശാശ്വതമാണ്. അതുകൊണ്ടാണ് അതിനൊന്നും ബാധിക്കുന്നത്. നമുക്ക് അങ്ങനെയല്ല. നമ്മളുടെ ഭൗതിക കാലത്തോളം ഭൗതിക സമ്പർക്കത്താൽ ശരീരത്തിന് മാറ്റം സംഭവിക്കും. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും ബന്ധത്താൽ ജീവസത്ത അസ്ഥിരങ്ങളായ ഭൗതിക ശരീരങ്ങൾ ഉൾപ്പെടുന്നു. ജീവൻ ബന്ധനായിരിക്കുന്ന കാലത്തോളം ഭൗതിക സമ്പർക്കത്താൽ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ഇതുകൊണ്ട് ഈ ഭൗതിക വസ്തുക്കളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിന് ഇത് ശാശ്വതമല്ല. ഈ ശാശ്വതമല്ലാത്തതുകൊണ്ട് കാലം നമുക്ക് അത് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇന്നുണ്ടായിരുന്ന സ്ഥലം നാളെ ഉണ്ടാവും. മിനിറ്റുകൾ വെച്ച് ഓരോ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭൗതിക വസ്തുക്കളാൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മുടെ ശരീരം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഭൗതിക പദാർത്ഥങ്ങൾ മാറ്റം സംഭവിക്കുന്നതുകൊണ്ട് ജീവസത്തക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നിക്കണമുള്ളൂ. ആക്ച്വലി നമുക്ക് മാറ്റമില്ല. നമുക്ക് മാറ്റം ഉണ്ടാവും, ആത്മാവിന് മാറ്റമില്ല. നമ്മൾ ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ശരീരത്തിലുള്ള മാറ്റം വരുന്നത്. അതാണ് ഈ ജനന മരണ ചക്രത്തിൽ നമ്മൾ പെട്ടുപോകുന്നത് അല്ലെ. ഇതിന് ശേഷം പറയുന്നുണ്ട് 16 സംഭവിക്കുന്നതെന്ന് തോന്നുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ദേഹം പദാർത്ഥ നിർമ്മിതമല്ല. കണ്ടോ, ദേഹം പദാർത്ഥ നിർമ്മിതമല്ല, അതുകൊണ്ട് അതിന് മാറ്റമില്ല. ഭൗതിക ലോകത്തിൽ ജീവസത്തകൾ 6 വിധം മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്കറിയാവുന്ന ജനനം, മരണം, വളർച്ച, പ്രത്യുൽപാദനം, ക്ഷയം, നാശം. ഈ ആറ് രീതിയിൽ നമ്മൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക. അതനുസരിച്ച് നമ്മുടെ ശരീരം ക്ഷയിക്കണം. അപ്പൊ ഈ സമയത്ത് നമ്മൾ ആത്മാവിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ആത്മാവ് ആ ശരീരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത്. അല്ലാണ്ട് ആത്മാവിന് മാറ്റം വരുന്നില്ല. ഇവയെല്ലാം ഭൗതിക ശരീര മാറ്റങ്ങളാണ്. ആധ്യാത്മിക ലോകത്തിൽ ശരീരത്തിന് മാറ്റങ്ങളില്ല. വാർദ്ധക്യമോ ജനന മരണമോ ഇല്ല. എല്ലാം ഏകീഭാവത്തിൽ പ്രവർത്തിക്കുന്നു. സർവാണി ഭൂതാനി. ആദിമ സൃഷ്ടിയായ ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങൾക്ക് ശരീരങ്ങൾ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതിക സത്തയുടെ സമ്പർക്കത്താലാണ് ഇതിന് കാരണം. ക്ഷരങ്ങളാണവ. ആധ്യാത്മിക ലോകത്തിലാകട്ടെ ആധ്യാത്മിക ലോകത്തിലായിട്ട് ജീവാത്മാക്കൾ എന്നും മുക്തരും മുക്താത്മാക്കളും ഏകീഭവിക്കുന്നു. ഇതാണ് പറയുന്നത്. അപ്പൊ ഇതില് ഇത് പറയുന്ന പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി 16 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാനുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, അതിന്റെ ഒരു അറിവാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ കൂടെ നമുക്ക് പറഞ്ഞിരുന്നത്. സംബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംബന്ധം, ആവിധേയം, പ്രയോജനം. ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ സംബന്ധം വെച്ച് കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം. ആവിധേയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് എന്ത് പ്രയോജനം കിട്ടും? ഇതിനെപ്പറ്റി നമ്മള് വലിയൊരു വലിയൊരു ഇതാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാനായിട്ട്. ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന സംബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു, ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ഭഗവാൻ കർമ്മ പുരുഷോത്തമനാണ് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സേവ ചെയ്യാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് ശരി. പക്ഷെ ആ ബന്ധം എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഇതില് ഭഗവാൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാനുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? അദ്ദേഹം വിഭുവാണ്, നമ്മളെ അണുവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അദ്ദേഹം നമ്മളെ കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്യാൻ ഇവിടെ മാത്രമാണോ? മൂന്ന് ലോകങ്ങളും അദ്ദേഹം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യും, പരിപാലിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ എന്താണ് ഈ ജീവാത്മാക്കള്, അല്ലെങ്കിൽ എന്താണ് ഈ ജീവാത്മാക്കളും ഭഗവാനും തമ്മിലായിട്ട് ഒരു തരത്തിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ നമ്മളെ കുറിച്ച് സാധിക്കും. കാരണം അദ്ദേഹം വിഭുവാണ്. ഒരു കടലിൽ വെള്ളം വെച്ചാലും കടലും വെള്ളമായിട്ട് സാമ്യമുണ്ട് ഏത് സ്വഭാവത്തിന്, അതിന്റെ ക്വാളിറ്റിയിൽ സാമ്യം. പക്ഷെ അത് നമുക്ക് ഒരു തുള്ളി വെള്ളത്തിൽ കടലാന്ന് പറയാൻ പറ്റില്ല. എന്നുപോലെയാണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് സംബന്ധം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അണുവാണ്. ഒരിക്കലും വിഭുവിനെ ഈ വിഭു എന്ന സാഹചര്യം നമുക്ക് മറികടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളത്തിന് കടലിന് മറികടക്കാൻ സാധിക്കുന്ന ഒരിക്കലുള്ളത്. അതിനെ മറികടക്കുന്നതിന് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അതാണ് ആ വിഭുവിന്റെ പ്രാധാന്യം നമ്മൾ ഈ കടലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത്രയും എന്താണ് ബൃഹത്തായിട്ടുള്ള സാധനം സമുദ്രം. ഒരു തുള്ളി വെള്ളം എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഭഗവാൻ തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ഈ ചെറിയൊരു സ്വാതന്ത്ര്യം നമുക്ക് തന്നിരുന്നുണ്ട്. നമ്മൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ താല്പര്യങ്ങള്, ഭഗവാന്റെ ആഗ്രഹങ്ങൾ എന്താണ്, ഭഗവാന്റെ നിർദ്ദേശം എന്താണ്, അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുകൊണ്ട് നമ്മളുടേതായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് തീരുമോ? ആ ആഗ്രഹങ്ങൾ തീരാൻ പോകുന്നില്ല. ഒരു ആഗ്രഹം തീർന്നു കഴിഞ്ഞാൽ അടുത്ത് വരികയും. അപ്പൊ ഇതൊരിക്കലും നമുക്ക് ഈ ആഗ്രഹത്തിൽ നിന്ന് നമുക്ക് ഈ കാമത്തിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സാധിക്കുക. പക്ഷെ വരാൻ സാധിക്കും ഇങ്ങനെ എല്ലാം ഭഗവാനെ അർപ്പിക്കുകയാണ്. ഭഗവാനെ അർപ്പിക്കാന് ഭഗവാൻ അതിനുള്ള വഴി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ ഈ ക്ഷരമായാലും അക്ഷരമായാലും ഇവ രണ്ടിനും ഒരിക്കലും ഭഗവാന് തുല്യനാവാൻ സാധിക്കില്ല എന്ന് പറയും. തീർച്ചയായിട്ടും അതെ. ക്ഷരം എന്ന് പറഞ്ഞെങ്കിൽ നശിക്കുന്നത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ശ്ലോകത്തിൽ കൂടെ ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പഷ്ടമായിട്ട് നമുക്ക് പറഞ്ഞു തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പരമപുരുഷനും നമ്മൾ പാട്ടാൻ ഭാഷകളാണ്, വിഭിന്നാംശങ്ങളാണ് നമ്മൾ. ഈ വിഭിന്നാംശങ്ങളായതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിലോ നമുക്ക് വേറൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട രീതിയിൽ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവാചനക്കുള്ള ആചാര്യന്മാരും ഗുരുക്കന്മാരൊക്കെ വന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ ഇച്ഛ എന്താണെന്നാണ്, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ മനസ്സിലാക്കി വെക്കും. അതുകൊണ്ട് അവർ ചെയ്തു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരുടെ വലിയ ആൾക്കാരുടെ പ്രദേശങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നമുക്കും ആ വഴിക്ക് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോ കാണാൻ സാധിക്കില്ല. എന്താ വേണ്ടത്? മന്മനാഭവം അധ്യാത്മികം നമസ്കാരം. അപ്പൊ ഇങ്ങനെ ഒരു ആചാര്യനെ നമുക്ക് വേണം. ഈ ആചാര്യനെ എന്ന് വെച്ചാൽ ആ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കും. പെർഫെക്റ്റ് ആയിട്ടുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വായിച്ചു ഞാൻ PhD എടുത്തത് അല്ലെങ്കിൽ അതെടുക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യം. കാരണം ഇതിൽ ലാംഗ്വേജിന്റെ പ്രശ്നം തന്നെയല്ല, അർത്ഥത്തിലും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രഭുവാൻ പറയുന്നതാണ് മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കരുത്, മറ്റുള്ളവർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടും പുസ്തകങ്ങൾ വായിക്കരുത്. കാരണം അവർക്ക് അവരുടേതായ ഐഡിയകളും അവരുടെ ചിന്തകളും അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വഴി തെറ്റിപ്പോ നമുക്ക് ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ വിട്ടുപോകും.
അതിന്റെ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ വഴി തെറ്റി, നമ്മുടെ പാത ക്ലിയർ ആവില്ല. പോവാൻ സാധിക്കാൻ എന്താ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ ലക്ഷ്യം മാറിപ്പോകുന്നതാണ്, ലക്ഷ്യം തെറ്റിപ്പോകും. അതുകൊണ്ട് മറ്റു അങ്ങനെയുള്ള പുസ്തകങ്ങള് നമുക്ക് ഇഷ്ടം പോലെ പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണമെങ്കിൽ നമ്മളൊരു ഒരു ജീവിതം മുഴുവൻ വായിക്കാനും തീരുള്ളൂ. അപ്പൊ അത് അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയായിരിക്കും അത് എഴുതിയുണ്ടാക്കിയെന്ന് ആലോചിച്ചു. നമുക്ക് വായിച്ചാൽ തീരില്ല. അദ്ദേഹം അത് മനസ്സിലാക്കി എഴുതി വെച്ചു നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ എത്ര നേരം ആലോചിക്കും നമ്മൾ അദ്ദേഹം കാണിക്കുന്ന വ്യത്യാസം. നമുക്കത് കൊണ്ടുവന്നിട്ട് ഇപ്പൊ വായിച്ച് മനസ്സിലാക്കുന്നതിനും ഈ ഭഗവത്ഗീത 700 ശ്ലോകമുള്ളൂ. എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചപ്പോൾ എത്ര ആൾക്കാർ കംപ്ലീറ്റ് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒരുപക്ഷെ ശ്ലോകം മുഴുവൻ വായിച്ചിട്ടുണ്ടാവുന്നോ? ഭാവാർത്ഥം വായിക്കാൻ ചിലപ്പോൾ നോക്കണം, അത് ചിലപ്പോൾ കുട്ടികളെ. എന്നാ വിവർത്തനം അങ്ങനെയെങ്കിലും വായിക്കൂ. അങ്ങനെ 700 ശ്ലോകം, ഒരു 700 ശ്ലോകം എത്ര ദിവസം വേണം നമുക്ക് വായിച്ചു തീർക്കാം. പക്ഷെ അത് വീണ്ടും 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 വായിക്കുമ്പോഴേ നമുക്ക് അതിന്റെ കൂടുതൽ അർത്ഥം നമുക്ക് മനസ്സിലാവും. പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. ഈ ക്ലാസ് എടുക്കുന്നവരൊക്കെ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വായിക്കുന്നത്? അതിന്റെ പുതിയ പുതിയ ആരോടും ചോദിച്ചു നോക്കൂ, ഈ ക്ലാസ് എടുക്കുന്നവർ ചോദിച്ചു. ഒരു ശ്ലോകം തന്നെ ഏതൊരു IAS ഓഫീസറെ പറയുകയുണ്ടായി, നിങ്ങൾക്ക് IAS പാസ്സാകാൻ വലിയ പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ സാധാരണ മനുഷ്യനായിരുന്നു. സാധാരണ ചെയ്യാൻ വലിയ വിദ്യാഭ്യാസവും അന്ന് വലിയ ബുദ്ധിയൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞ ഒരു സബ്ജക്ട് 10,000 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത് തറുവായി എന്നാ പറയുന്നത്. അത് അങ്ങനെയാണ് അദ്ദേഹം പാസ്സായത്. ഒരു സബ്ജക്റ്റിന്റെ 10,000 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ വള്ളി മാറാണ്ട് അത് കംപ്ലീറ്റ് പറയാൻ സാധിക്കുന്നവർ. അങ്ങനെ അദ്ദേഹം പാസ്സായ വലിയൊരു ഓഫീസറാണ് ഇപ്പോൾ കേരളത്തിന്റെ ആളുകളുണ്ട് അദ്ദേഹം. അപ്പൊ ഇതാണ് കാരണം. നമ്മൾ വായിക്കുന്നതോളം നമുക്ക് കൂടുതൽ ആശയങ്ങൾ അത് ഇല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വൈകാട്ടാണ് പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല പഠിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതൊന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലായില്ല. ബൈഹാർട്ട് പഠിച്ചു വയ്ക്കും. ആ ചോദ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എഴുതി വയ്ക്കും. അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ഇതെല്ലാം നമ്മൾ ചിലപ്പോ ഓർക്കാറില്ല. അതാണല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹിന്ദി ക്ലാസ്സാണ് താഴെ എടുത്താണ്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ 15 ഈ തന്നെ 7 ശ്ലോകം മാമേ മാംസം ജീവലോക ജീവ മനഃശക്താണ് ഇന്ത്യയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയാണ്? മനഃശക്താണ് ഇന്ത്യയാണ്. പ്രകൃതിസ്ഥാനി കർഷതി എന്താ പറയുക, നമ്മൾ ഈ മാതാജി വാസിത്താണ് രാജശക്തി മാതാജി കഴിഞ്ഞ 2-3 ക്ലാസ് ഇട്ടാണ്. കർഷതി സംഘർഷമാണ്. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല കാര്യങ്ങൾ. വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വരുന്നു. ഇത് പാർട്ട് ആൻഡ് പാർട്സിലൊന്നും നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ വ്യത്യാസമുണ്ട്. വലിയ വിരുദ്ധമുണ്ടാവും. അപ്പൊ ഇങ്ങനെ അതിന് കർഷകന് സംഘർഷം തോന്നില്ലേ, അതിന് പ്രധാന കാരണം ആ ശ്ലോകത്തിന്റെ മനസ്സാണ്. അല്ലെങ്കിൽ മുതൽ മനസ്സാണ് നമ്മൾ എങ്ങനെയാണ് ആക്കി വെക്കുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതെന്ത് ചെയ്യണം? മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ട് മനസ്സിനെ നിർത്താൻ ശ്രമിക്കാം. അപ്പൊ ഇതെല്ലാം ഡൈവേർട്ട് ചെയ്തിട്ട് ഡോട്ട് ചെയ്ത് ഭഗവാന്റെ ഭഗവത് സേവനത്തിൽ മുഴുവനിക്കാൻ മനസ്സവിടെ നിന്നോളും. അത് മനസ്സ് വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിൽ തോന്നിയ പോലെ അതങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്ന വെച്ചെങ്കിൽ നമ്മുടെ ലക്ഷ്യം തെറ്റും. പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, നമ്മളെ ഈ 6 ഇന്ദ്രിയങ്ങളും വെച്ച് നമ്മൾ കഷ്ടപ്പെടുകയാണെന്ന്. അല്ലെ, നമ്മൾ ഭഗവാൻ ഇതിൽ നിന്ന് ഈ കഷ്ടപ്പാടിൽ നിന്ന് മാറ്റിക്കൂടെ? അതിനുള്ള വഴിയാണ് നമുക്ക് അന്നേരം പറഞ്ഞു തരുന്നത്. നമ്മളത് ആചരിച്ചാൽ മതി, ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാൽ മതി. ഭഗവാൻ എന്താ പറഞ്ഞേ? ചെയ്യൂ, നാമജപിക്കും. നാമജപിക്കുക എല്ലാ വഴിയും കഴിയും. നാമജപിക്കിപ്പോ രാവിലെ 5, 6, 7 പേര് നാമം ജപിക്കാൻ വേണ്ടി 5 മണി മുതൽ 6 മണി വരെ. ഇത്തരം പേരില്ലേ 10-60 അല്ലേ, 10-700 പേരെങ്കിലും ഉണ്ടാവും നമ്മൾ എഴുതി അല്ലേ. 5, 6, 7, 8 പേരോ അത് 10 പേര് വരുന്നുണ്ട്. മാതാജി വരുന്നുണ്ട്, ഡോക്ടർ മാതാജി വരുന്നുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് മാതാജി ടൂറിലായിരുന്നു. ലളിത എന്താണ് പേര്? ലളിത ലാവണ്യ. ഞാൻ തിരിച്ചായ പറഞ്ഞത് ലാവണ്യ മാതാജി അല്ലേ. മാതാജി അല്ല, മാതാജിന്റെ പേര് ലളിത സുധാം. പിന്നെ അതിപ്പോ ടൂറൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ.
ഇന്നുണ്ടായിരുന്നു. ഓക്കെ, നല്ല കാര്യം. ഇതൊന്നും വിടരുത്. കാരണം ഇത് വിട്ടു കഴിഞ്ഞാൽ പോയി. നമ്മൾ ആ 1 മണിക്കൂർ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും ജപിക്കാൻ സാധിക്കാം. നേരെ ആരും ശല്യം ചെയ്യില്ല. പിന്നെ എനിക്ക് ശല്യം ഉണ്ടാവും. എനിക്ക് എന്റെ വൈഫ് എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്യും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയും. പിന്നെ അത് കേൾക്കാൻ നിൽക്കണം. അതിന് മറുപടി പറയും. മറുപടി പറഞ്ഞില്ലെങ്കിലോ നിങ്ങൾക്ക് ഈ ചവിച്ചുകൊണ്ടിരിക്കാനേ നേരമുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടാന്ന് വെച്ചിട്ട് ഞാൻ വേഗം പോയി. അല്ലാണ്ട് എനിക്ക് അനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഭഗവാനിലൊക്കെ വിട്ടുകൊടുത്തിരിക്കുക. എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞത് ഞാൻ ചെയ്യാം. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് വിട്ടു അദ്ദേഹം പറയട്ടെ, ഇങ്ങനെ ചെയ്യുന്നയോ ഇത്ര എനിക്ക് ചെയ്യാനുള്ള അല്ലാണ്ട് വേറെ ഒന്നും വഴിയില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ അല്ലെങ്കിൽ ഞാൻ 4-5 മണിക്ക് മുമ്പ് ഓൺ ചെയ്യും, 6 മണി കഴിഞ്ഞേ ഓഫ് ചെയ്യാറുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേൾക്കണം, ഞാൻ ഞാൻ ജപിക്കുന്ന അതും കേൾക്കണം. അതിന് ആ ഇന്ററാക്ഷൻ നല്ലൊരു ഊർജ്ജമാണ് അത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ആവുമ്പോഴും എല്ലാവരും വരിക. ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ജപിക്കണം. നമുക്ക് ഒന്നിച്ചിരുന്ന മാതാജി ഭക്തമാതാജി വരുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ഇത് കേൾക്കാറുണ്ട്. ഒന്നുമില്ല. അതേപോലെ പിന്നെ നാരായണ രൂപ അദ്ദേഹം വരും. പിന്നെ കമ്മനം സിസ്റ്റേഴ്സ് ആരെയും കാണുന്നില്ലല്ലോ. എവിടെ അവിടെ ഉണ്ടോ? കമ്മനം സിസ്റ്റേഴ്സ് 4 പേര് എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ ഒരാൾമാരെ ചിലപ്പോൾ 3 ചിലപ്പോൾ 2 എന്നാലും എങ്ങനെയായാലും അത് ഉണ്ടാവും. പിന്നെ 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 ആരാ? പിന്നെ ഒരു സ്നേഹ ഷീജ ശ്രീനാഥ് അവരുണ്ടാവും. അതൊരു ദിവസം എനിക്ക് അവരെ കണ്ടു തരും തോന്നുന്നില്ല. കണ്ടാൽ കാര്യം ആര് ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ആയിക്കോട്ടെ. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ ആരും കുറ്റം പറയാനല്ലാട്ടോ. നമ്മളുടെ അസോസിയേഷൻ അതുകൊണ്ട് ഗുണമുണ്ട്. എനിക്ക് ഗുണമുണ്ട്. എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും നാമം ജപിക്കുക കേൾക്കുമ്പോൾ നല്ല രസമാണ്. നല്ല ഒരു ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നും. ഇനി അവിടെ മുസ്ലിം തലകുറ്റം പറയാൻ അങ്ങനെയല്ല, ആത്മീയമായിട്ടൊരു ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ. ഇത്രയും പേര് വരുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ. നല്ല കാര്യം ഇങ്ങനെ വേണം. അപ്പൊ പറയാൻ കാരണം നമ്മള് അപ്പൊ ഇവിടെ ഈ മാമയെ ജീവിതം ഇതിന്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ മറികടക്കാനായിട്ട് ഭഗവാൻ തന്നെ നമുക്ക് കഞ്ഞി എന്തെങ്കിലും കാണിച്ചു തരുന്നെങ്കിൽ നമുക്ക് അതിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അത് അവിടെ നമ്മളെല്ലാവരും സച്ചിത്താണെന്നാണ് നമുക്കറിയാം. സത്ത് ശാശ്വതമായിട്ടുള്ള ചിത്തം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവ് ആനന്ദം. എപ്പോഴും നമ്മൾ ആനന്ദത്തിലല്ലേ? ഭഗവാന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആനന്ദത്തിലായിരിക്കുന്നുള്ളൂ. ഒരു സംശയമില്ല. ഭഗവാന്റെ ശ്രീകൃഷ്ണ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ആനന്ദം നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നു. ഒരു സംശയമില്ലാത്ത കാര്യം. അതേപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ നമുക്ക് അല്പം സ്വാതന്ത്ര്യം തന്നുകൊണ്ട് നമ്മൾ തലതിരിഞ്ഞു പോകുന്നുള്ളൂ. 99% ആൾക്കാരും ഭഗവാനെ പറ്റി അറിയാവുന്ന, ഭഗവാനെ പറ്റി കേൾക്കാനും ശ്രമിക്കാത്തവരാണ്. അവർക്ക് അറിയാത്തവരാണ്. നമ്മൾ 1% പേരേ ഉള്ളൂ നമുക്ക് ഭഗവാനെ പറ്റി നാമം ജപിക്കാം, കഥ കേൾക്കാം, സത്സംഗത്തിൽ പോകണം. ഇങ്ങനെയൊക്കെ വളരെ ചുരുക്കം. മറ്റുള്ളവർക്കും ഉണ്ട്. പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ശരിയായ വഴിയല്ല അത് വരുന്നത്. അതാണ് പറ്റുന്നത്. അത് എന്തൊക്കെയോ ചെയ്യുന്നതല്ല. അമ്പലത്തിൽ പോകണം, തൊഴിൽ തൊഴണം, നമസ്കരിക്കണം, കൈ തൊഴിൽ, നമ്മുടെ ആവശ്യങ്ങൾ പറയണം, ഗുരുവായൂർ എനിക്ക് അത് വരും, ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അതല്ല വഴിയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് മനസ്സിലാക്കിയില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം പറയാൻ പറ്റും. ഒരാളമ്പലത്തിൽ തൊഴിലാണ്, കൃഷ്ണ ഗുരുവായൂർ എനിക്ക് അസുഖമുണ്ട്, എനിക്ക് ക്യാൻസർ ഉണ്ട്, എനിക്ക് മാറ്റി തരണേ. ഏടോ താൻ ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവും. പറയാൻ പറ്റുമോ? ഭഗവാൻ ഇതൊക്കെ ഭഗവാൻ മാറ്റാനിരിക്കണമെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടില്ല. പക്ഷെ അങ്ങനെയല്ല വേണ്ട. അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കട്ടെ. അതിനിടയ്ക്ക് നമ്മളുടെ ചെറിയ ഒരു കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി. അപ്പൊ അത് ഇപ്പോ ഹരേ കൃഷ്ണ പ്രസാദത്തിൽ വരുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറുതെ വന്നാൽ മതി, വേറൊന്നും വേണ്ട. എല്ലാം തൊഴിൽ നമസ്കരിക്കാം, കഴിക്കാൻ പോവാം. 2ാമത്തെ ദിവസം വരുമ്പോ വന്നല്ലേ ഇന്നലെ എങ്ങനെ ഉണ്ടാവാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം നാമം ചോദിച്ചു, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ നാമം ചോദിച്ചോളൂ. നാമം ചോദിച്ചില്ല ദിവസവും നാമം ചോദിക്കോ? ദിവസം
ഇന്നൊരു കാര്യം ഒരു 16 അല്ല ഒരു റൗണ്ടായി. പിന്നെ ഒരു കൊച്ചിക്ക് എത്ര റൗണ്ടായി? 4 കളിച്ചു. അങ്ങനെ അവസാനം 16 റൗണ്ടായി. ഇതാണ്. അപ്പോ ഈ ഇറ്റലിയിൽ മാഫിയ എന്നൊരു ഗ്യാങ് ഇതുണ്ട്. ഇറ്റലിയിൽ അങ്ങനെയാണ്, സിസിലിയില് ഭയങ്കര. ഇപ്പോഴൊന്നും നമ്മുടെ ഒന്നും ഇല്ലാതെ. പക്ഷെ അവര് വെച്ചാൽ അവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ വിടില്ല. പിന്നെ അവര് അവരുടെ ആക്കിക്കളയും. ഇന്ന് വരെയാണ് ഹരകൃഷ്ണ പ്രസ്ഥാനത്തിന് വന്നാൽ മതി, ഇന്ന് ഒരു ദിവസം തൊഴാൻ വന്നാൽ മതി, പെട്ടുവരും. പക്ഷെ ആ പെടലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെടലെന്താന്ന് അതൊരു പെടലല്ല, അത് മനസ്സിലാക്കണം. അത് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യം ഉണ്ടാവും. നമുക്ക് ലക്ഷ്യം ഉണ്ടാവും, നമുക്ക് പോകേണ്ട വഴി അറിയാൻ സാധിക്കും. അത് അതുപോലെയാണ്. അപ്പോ ഞാൻ ഈ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചെറിയ സാഹചര്യം വെച്ച് നമ്മൾ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങളും പോവുകയാണ്. അതേപോലെ തന്നെ മുക്തരായ ആത്മാക്കളെ നമ്മൾ എന്താണ് ബ്രഹ്മഭൂതാവസ്ഥ എന്നുള്ളത്. അപ്പൊ മറ്റുള്ള ജീവഭൂതാവസ്ഥ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ജീവഭൂതാവസ്ഥ നമ്മൾ ഭൗതിക ലോകത്താണ്, ബ്രഹ്മഭൂതാവസ്ഥ വൈകുണ്ഠത്തിലാണ്. അതിന്റെ വ്യത്യാസം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ അപ്പൊ ഇത് രണ്ടും ഭഗവാനുമായിട്ട് ഭഗവാനും സാമ്യപ്പെടുത്താനോ ഭഗവാൻ ലയിച്ചു തരാൻ ഇതുകൊണ്ട് ഈ രണ്ടുപേർക്കും സാധിക്കില്ല എന്നോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മഭൂതാവസ്ഥയിലാണെങ്കിലും അവര് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അല്ലാണ്ട് അവർക്ക് തോന്നിയ പോലെ ഭഗവാൻ ആവാൻ നോക്കണ്ട അവിടെ എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു 6 തരം മാറ്റങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മാറ്റങ്ങളില്ലാത്ത നമ്മൾ ഭൗതിക വസ്തുക്കൾ കൊണ്ടല്ല അവിടുത്തെ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഭൗതികം. പിന്നെ അതേപോലെ തന്നെ ഈ ഭൗതിക ലോകത്ത് പിന്നെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 3-4 മിസറീസ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിരുന്നു. ഈ ക്ഷരത്തെ പറ്റി പറയുന്ന കാര്യം ഇതിൽ പറഞ്ഞത് ക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കണം. എങ്ങനെയാണ് 3 ക്ലേശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭൗതികം എന്ന് ചെയ്യാൻ ഭൗതികമായിട്ട് ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവില്ലേ. അന്യ മൃഗങ്ങളിൽ കൂടെ, അന്യ ആൾക്കാരിൽ കൂടെ, നമ്മളുടെ കൂടെയുള്ള ആൾക്കാരിൽ കൂടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പക്ഷികള്. എന്തിനാ ഈ കൊതു കടിച്ചാൽ മതിയല്ലോ. ഒരു കൊതു രാത്രി കിടന്ന് പറഞ്ഞാൽ കൊതു കടിച്ചാൽ നമുക്ക് ഒന്നും വരില്ല. അതും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഭൗതികമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ. അതിഭൗതികം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊറോണ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. വയനാട് പോയില്ലേ? വയനാട് എന്താ പോവാൻ കാരണം? അവര് പറഞ്ഞതുപോലെ കേട്ടില്ല. അല്ല, അതിഭൗതികം ആദിദൈവികം. സോറി, ആദിദൈവികം എന്താണ്? വയനാട് ഒഴുകിപ്പോയത് എന്താണ്? ഭഗവാൻ പറഞ്ഞ പോലെ കേട്ടില്ല. അതിനോട് ഇത് പുറത്തു പറയാൻ പറ്റില്ല. ഈ മലയുടെ മുകളിൽ പോയി ഈ സ്ഥലമൊക്കെ പിടിച്ചടക്കി അവിടെ പോയി താമസിക്കാറെന്ന് പറഞ്ഞു. ഇവര് പിടിച്ചടക്കി അങ്ങനെ പോയി. ഭഗവാൻ നോക്കിയപ്പോ ഇതിനൊരു അവസാനം വേണ്ട, എന്നാ കിടക്കട്ടെ സമാധാനം. ഇപ്പൊ അതൊന്നുമില്ല. ഇനിയിപ്പോ അവരോട് അവിടെ പോയി താമസിക്കാൻ പോണ്ട, താമസിക്കേണ്ട. അത് ആരും നമ്മളെ കുറ്റല്ലേ. അത് അവരെ കുറ്റം പറയല്ല. അവർക്ക് അങ്ങനെ ഒരു ചാൻസ് വന്നു പറയല്ലേ. ഈ തിരുവിതാംകൂർ ഭാഗത്തു നിന്നുള്ള എല്ലാ ആൾക്കാരും അവിടെ പോയി ആ മലയൊക്കെ ഇടിച്ച് അവിടെയാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. ആ വെള്ളപ്പൊക്കത്തിൽ പോയി എത്ര വലിയ പാറയാണ് എത്ര ഫോഴ്സ് അതിലുണ്ടാവും. ഈ വീടൊക്കെ നശിപ്പിച്ച അങ്ങേറ്റം വരെ പോയി. അത് ഭഗവാൻ തന്നെ എന്താണ് നമ്മൾ പരിപാലിക്കുന്നതും എന്താണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ പണി. ഇതൊക്കെ ചെയ്യുന്നതാണ്. കാരണം സന്തുലിതാവസ്ഥ കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. 2 വർഷം മുമ്പ് കൊറോണയായിട്ട് കഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. പുറത്തിറങ്ങാൻ നിർത്തിയില്ല, ഒന്നും കഴിക്കാൻ നിർത്തിയില്ല, ഒന്നുമില്ലാണ്ട് എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളൊന്ന് ആലോചിച്ചപ്പോ. എത്ര ആൾക്കാർ നഷ്ടപ്പെട്ട്, എത്ര ആൾക്കാർ ബിസിനസ് നശിച്ചു. ഇപ്പോഴും അതിൽ നിന്ന് രക്ഷപ്പെടാത്ത എത്രയോ പേരുണ്ടെന്ന് അറിയാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക്? അപ്പോ ഈ കൽമഷങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാല്, ഈ കൽമഷം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിക്ക് താങ്ങാൻ പറ്റാണ്ടാവും. ഭൂമി എന്താ ചെയ്യാ? താങ്ങാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ പശുവിന് കഴിഞ്ഞാൽ കാളയായിട്ടോ അല്ലെങ്കിൽ പശുവായിട്ടോ ഭഗവാന്റെ അടുത്ത് ചെല്ലും. പറയും. അപ്പൊ ഭഗവാൻ പറയും, ഇരിക്കണ്ട, ഞാൻ വഴി ഉണ്ടാക്കാം. വയനാട് കൊണ്ടുപോയി, കൊറോണ കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല അദ്ദേഹം.
ഇതൊക്കെ അദ്ദേഹം അറിഞ്ഞു ചെയ്യുന്നതല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ഓരോന്നും വറ്റി ഉണ്ടാക്കുന്നത്. കൊറോണ അത് നമ്മൾ ഉണ്ടാക്കിയത്. എന്നിരുന്നാലും ആ തീരണ്ടേ, എവിടെയെങ്കിലും തീർന്നാലല്ലേ ഇതിന് സന്തുലിതാവസ്ഥ ഭൂമിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് നമ്മള് ഭഗവാനെ മറന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞുള്ളൂ. തെറ്റുണ്ടെങ്കിൽ ശരിയായിട്ട് കൂട്ടിയിട്ട് അവന് തിരിച്ചു തരാമെന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മാറ്റമില്ല. അത് ആദ്യം ചെയ്യുക. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മളാൽ വരുത്തി വെക്കുന്നതാണ്, അല്ലെ? നമ്മളാൽ വരുത്തി വെക്കുന്ന വെച്ചാൽ നമ്മള് എന്നെ കൊണ്ട് കഴിയാതെ, അത് എനിക്ക് പറ്റാത്ത കാര്യം. അല്ലെങ്കിൽ അവനങ്ങനെയുണ്ട്, അത് ഇങ്ങനെയുള്ള ഓരോ നമ്മൾ തന്നെ ഓരോന്നും വരുത്തുണ്ടാക്കിയിരിക്കുകയാണ്. ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യാണ്ടൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കി, അല്ലെ? ആനയെ പോലെ പൊതുവിനാവാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ചെയ്യാൻ പറ്റും. അതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ തന്നെ അനുഭവിക്കണം. അതുപോലെ പല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും, വിദ്യാഭ്യാസത്തിലായാലും പഠിത്തം, മറ്റേ ബിസിനസ്സിലായാലും ജോലിയിലായാലും എന്ത് തന്നെയായാലും മറ്റുള്ളവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാന്നുള്ളതാണ്. അത് നല്ല രീതിയിൽ മനസ്സിലാവില്ല. അവനെ പോലെ ആവണമെന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാൻ അങ്ങനെയാണെങ്കിൽ നമ്മള് ഭഗവാൻ അവിടെ കൊണ്ടിരിക്കുന്നേ നമ്മളില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും അവര് ഇരിക്കേണ്ടയിടത്താണ് ഭഗവാൻ കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഞാൻ അംബാനിയുടെ വീട്ടിൽ ജനിച്ചില്ലാന്ന് വെച്ചാൽ ജീവിക്കാൻ യോഗ്യതയാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവർക്കും അംബാനിയാവുന്നത് പറ്റില്ല. അപ്പൊ ഓരോരുത്തർക്കും അതിൻ്റെതായ ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ കർമ്മഫലത്തിന്റെ ഓരോ ഇതാണ് നമുക്ക് ഓരോ തന്നിട്ട്. അതിന് നമുക്ക് ഇതുപോലെ അത് പോരാന്ന് വിചാരിക്കാണ്ട് എന്തെങ്കിലും ഭഗവാൻ തരുന്നത്. എന്തെങ്കിലും ഇനിയും തരാൻ ഉദ്ദേശിക്കുന്നത് ഭഗവാന് നന്ദി പറയാം. അതിനെ എണീക്കാൻ നന്ദി പറയാം. നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഭഗവാനെ എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് പോയി ഭഗവാന് നന്ദി പറയാം. ഇതാണ് നമുക്ക് ചെയ്യാം. അതേപോലെ അപ്പൊ ഇതിന് ഞാൻ 16, 17, 18 ചില കാര്യങ്ങൾ എന്താ പറയാ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 16 നമ്മൾ പഠിച്ചു. നമ്മളെ 16 നമ്മൾ പഠിച്ചു ഭഗവാൻ സർവപുരുഷോത്തമനാണ്. ഭഗവാനെന്നും ഭഗവാന് വേണ്ടി ഭഗവാനെ ശരണം പ്രാപിക്കണം. ഭഗവാന് വേണ്ടി ആധ്യാത്മിക ഭക്തിപര ഭാഗം സേവനം ചെയ്യാൻ പഠിക്കണം. ഭഗവാൻ അണുവാണ്, ഭഗവാൻ വിഭുവാണ്, നമ്മൾ അണുവാണ്. നമ്മൾ ഭഗവാനെ പോലെ ആവാൻ നമ്മൾ ശ്രമിക്കരുത്. ഇനിയിപ്പോ 17 എന്താ പറയുന്നത് നോക്കിക്കോളൂ. 17 നോളേജ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഈ പറയുന്നത്. പരമം എന്നാൽ ഭഗവാൻ കൃഷ്ണൻ മാത്രം. പരമം എന്നുകൊണ്ട് ഭഗവാൻ മാത്രമേ ഭഗവാൻ ആയിട്ടില്ല എന്നാ പറയുന്നത്. അതേപോലെ തന്നെ എല്ലാം നിത്യവും നിത്യാനം ചേതനാണ്. അപ്പോൾ ഇനി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാം തന്നെ നിയന്ത്രിക്കുന്ന ഭഗവാനാണ്, പരിപാലിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹമാണ് മാസ്റ്റർ. അദ്ദേഹം ഭോക്താവാണ്, ഭർത്താവാണ്, ഭോക്താവാണ്, എല്ലാം തന്നെ അദ്ദേഹം മാസ്റ്റർ. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ സേവകന്മാരാണ് നമ്മൾ മനസ്സിലാക്കാം. നമ്മള് അതിനപ്പുറം നമ്മൾ ചിന്തിക്കാൻ നമ്മളെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ താല്പര്യത്തിന് നിൽക്കുക. അതേപോലെ 18 സംബന്ധം ഞാൻ പറയുന്നത് വേദങ്ങൾ പറയുന്നു ഭഗവാനാണ് പരമപുരുഷൻ എന്ന് വേദങ്ങളിൽ പറയുന്നു. വേദങ്ങളിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഉത്തമ പുരുഷൻ ഭഗവാൻ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോ അവിടെ ജീവാത്മാവ് ബ്രഹ്മഭൂതാവസ്ഥയിലായാലും ജീവാവസ്ഥയിലായാലും ഭഗവാന് തുല്യനാവാൻ പറ്റില്ല എന്ന് 18 ഇത് തന്നെയാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം വായിക്കണം. ഇന്ദ്രിയാതീതനും ചരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠവുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ ദിവ്യോത്തമ പുരുഷനായി വാഴ്ത്തുന്നു എന്നാണ് 18 പറയുന്നത്. ഇത് സമ്പന്നജ്ഞാനമാണ് അത് പറയുന്നത്. കാരണം വേദങ്ങളിൽ ഇങ്ങനെ ഭാഗവതത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്. പേഴ്സോണിഫൈഡ് വേദാസ് എന്ന് വെച്ചാൽ വേദങ്ങളെ പ്രാർത്ഥിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് വലിയ പാടാണ്. അത് എത്ര വായിച്ചാലും മനസ്സിലാവില്ല. വായിക്കുകയാണ്, ഞാൻ വായിച്ചു പോകുന്നുണ്ട്. കാരണം വെച്ചാൽ വേദങ്ങളെ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. അതിലെ ഭഗവാൻ ഇന്ന രീതിയിലാണ്, അന്ന രീതിയിലാണ്, അതിന് ഉദാഹരണങ്ങൾ, അതിനൊക്കെ കൂട്ടിയിട്ട് വേറെ അർത്ഥങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരിക്കലും എനിക്ക് മനസ്സിലാക്കാതെ
കാരണം ആ വേദങ്ങൾ തന്നെയാണ് ഈ കാര്യം ഇതൊക്കെ പറയുന്നത്. വേദങ്ങളിൽ കൂടെ നമ്മൾ അറിഞ്ഞത് ഭഗവാനാണ്, ഭഗവാനെയാണ് അറിയേണ്ടത്, ഭഗവാൻ അറിവ് വേദങ്ങളിൽ ഇരുത്തും ഭഗവാനാണ്. അപ്പോ ഇതാണ് നമ്മൾ പറയുന്നത്, വേദങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. വേദങ്ങൾ പിന്നെ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ വേദങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെ രാജ്യത്ത് പലരും ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞു വരാറുണ്ട്. ഞാൻ ഭഗവാന് തുല്യമാണ്. പ്രഭുവാദ് പറയുന്നത് ലോകാവാം, പക്ഷെ ഗോഡാവാൻ സാധിക്കില്ല അല്ലെ. ഡിയോജി ആവാൻ പറ്റില്ല പ്രഭുവാദ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭഗവാനാണ്, വേദങ്ങൾ പറഞ്ഞിട്ട് അതിനർത്ഥമില്ലാന്ന്. അതുകൊണ്ട് അഥവാ ഇനിയിപ്പോ ആരെങ്കിലും പറയണം ഞാൻ ഭഗവാനാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് നേരിട്ട് ചോദിക്കാം, എന്നാൽ നിങ്ങൾ ഇതൊരു കാര്യം ചെയ്യും, ഇങ്ങനെയോ വേണ്ട, എന്തെങ്കിലും ചെയ്ത് കാണിക്കൂ. അല്ലാണ്ട് ഭസ്മം വരുത്തി അല്ലെങ്കിൽ HMT വാച്ച് വരുന്നതല്ല. ആ ഗവർണർ പദവൊന്നും എടുത്തു പോക്കൂ, 16,000 ഭാര്യമാരുടെ വർണ്ണത്തിൽ നിന്നും മാന്യമായിട്ടൊന്നും പരിപാലിച്ചു നോക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തില് അല്ലെ, ഏറ്റവും ചെറുപ്പത്തിൽ എത്രയോ അസുരന്മാരെ അദ്ദേഹം വധിച്ചു. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ ഇതൊക്കെ ആരെങ്കിലും സാധിക്കുമോ? അതുകൊണ്ടാണ് ഭഗവാനാണ് പറയുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ ഇത്രയൊക്കെ ഇതൊക്കെ ചെയ്ത് കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇതിന് അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഭഗവാനാണ്. തന്നെയല്ല, അങ്ങനെയുള്ളൊരു ഭഗവാനോട് നമുക്ക് താല്പര്യം തോന്നും. ഇങ്ങനെ ഇത്രയും ശക്തിമാനായ ഭഗവാനോട് നമുക്ക് താല്പര്യം തോന്നും തീർച്ചയായിട്ടും. ഇല്ലേ, നമ്മള് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ തന്നെ നല്ലൊരു നേതാവ് നന്നായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടാവും, ഒരു ബഹുമാനം ഉണ്ടാവും. എന്തുപോലെ ഭഗവാൻ ഇത്രയും അസുരന്മാരെ കൊണ്ട് ഇന്നെ കാര്യങ്ങൾ ചെയ്തോ, ഇന്നെ രീതിയിൽ ഇതെല്ലാം ചെയ്തു, തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനിൽ ഒരു മമത, ഒരു സ്നേഹം കൂടുതൽ ഭഗവാനെ അറിയാനായിട്ട് നമുക്കൊരു ചിന്ത ഉണ്ടാവും. അങ്ങനെ മുഴുവൻ മനസ്സിലാക്കിയെങ്കിലും കുറെയൊക്കെ നമുക്ക് അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മളുടെ ജീവിതത്തിന് പകർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും നമ്മളെ പഠിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതൊരാൾ വന്നാലും ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഠിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രഭുപാദിനെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശിഷ്യ പരമ്പരയിൽ കൂടെയാണ് നമ്മൾ പോണത്. അതിൽ കൂടെ നമുക്ക് വേണ്ട ജ്ഞാനം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്തത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തൊക്കെ മനസ്സിലാക്കണം, ഏതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതൊക്കെ ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും നമ്മള് മന്ദബുദ്ധിയല്ല. മന്ദബുദ്ധിയുള്ളവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കേൾക്കുന്ന അറിയാം. കയ്യിൽ ഒരു HMT വാച്ച് എടുത്തു കൊടുക്കും, ഭക്ഷണം എടുത്തു കൊടുക്കും, അതൊക്കെ അവരെ പറ്റിക്കാൻ പറ്റും. നമ്മളെ പറ്റിക്കാൻ സാധിക്കും, ആർക്കും സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും തറവായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മൾ ഓരോ നമ്മളൊക്കെ ഇനീഷ്യേഷൻ എടുക്കുമ്പോ എന്തെല്ലാം, ഞാനൊക്കെ ഇനീഷ്യേഷൻ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ പരീക്ഷയോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ വന്നിരിക്കും, 4 പേര് വന്ന് സീനിയേഴ്സ് വന്നിരിക്കും, ഓരോന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം പറയണം. ഓക്കെ, റെഡി. അടുത്ത 4 വരുമ്പോ നമുക്ക് ഇനീഷ്യേഷൻ എടുക്കാം. ഇപ്പൊ ആണെങ്കിൽ ഇതൊക്കെ എന്തൊക്കെയോ പഠിക്കുന്നത് എത്ര ദുരിതം അനുഭവിച്ചു എന്നറിയാം. എത്ര ആൾക്കാരുണ്ട് മാതാജിയുടെ പറയണത്. എന്നിട്ടാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇത് കിട്ടിയത് എന്നാലോചിച്ചു. അപ്പൊ അതെന്താ വെച്ചാൽ പറവോയി അവിടെ അത് പ്യൂരിഫൈ ആയി കഴിഞ്ഞു, പരിശുദ്ധമായി. ആ പവിഴം അങ്ങനെ പവിഴമായിട്ട് തിളങ്ങി നിൽക്കാൻ പോകുന്നതായിരിക്കും. അത്രയും ശുദ്ധീകരിച്ചു. അങ്ങനെ വേണം. കാരണം ചെയ്യാൻ അന്നെന്ന് പറഞ്ഞു ഇന്നിപ്പോ അതല്ല. അന്നിപ്പോ തന്നെയല്ല ആചാര്യപാദൻ അദ്ദേഹം മഹാരാജ് എന്തെല്ലാം നമ്മൾ അനുഭവിക്കണേ. അന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ പാസ്സാക്കി വിട്ടേന്റെ നമ്മളൊക്കെ നമ്മുടെ പീഡികളെ കൊണ്ടാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല കേട്ടോ. അതൊക്കെ ഞാൻ മാറ്റി വിട്ടു. ഇനിഷ്യേഷൻ എടുത്തതിന് ശേഷം വളരെയധികം പെട്ടെന്നൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും വളരെയധികം വ്യത്യാസം, വളരെയധികം നമുക്ക് അങ്ങനെയുള്ള ഒരു കൂട്ടിക്കെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ തന്നെ നമുക്ക് വരുന്നില്ല. ഒരുപക്ഷെ വരാം, ചിന്തകൾ ചിലപ്പോൾ വരാൻ ഞാൻ പറയുന്നത്. പക്ഷെ അതിലൊന്നും നമ്മൾ ഉൾപ്പോകാൻ പറ്റുന്നില്ല. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ ഭക്തിയുള്ള ഭാഗവസേവൻ
ആവുന്നോടത്തോളം സുഖമായിട്ട് കൊണ്ടുപോകാൻ നമ്മളെ സാധിക്കും. ഭഗവാന്റെ കൃപ, ആചാര്യവാദന്റെ കൃപ, കൃപ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇനിയിപ്പോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ സ്വന്തം തെറ്റുകളൊന്നും സംഭവിക്കാത്തതിന് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ പോകുന്നത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. ആചാര്യവാദായാലും പ്രഭാതായാലും മറ്റ് സീനിയേഴ്സിന്റെ എത്രയോ ഗുരുക്കന്മാർ ഇവിടെ വരും. ഓരോ ദിവസം വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അവരെയൊക്കെ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ തെറ്റിലേക്ക് പോകാൻ നമ്മളെ സാധിക്കില്ല. കാരണം ചെയ്യാൻ അന്നേരം എന്തെങ്കിലും തെറ്റിച്ചിങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഭഗവാന്റെ ഓർമ്മ വരുന്നുണ്ട്. അതിൽ നമുക്ക് മാറാൻ സാധിക്കും. അതില് തീർച്ചയായിട്ടും നമ്മള് അത് ഇൻവോൾവ് ആവില്ല എന്നുള്ളതാണ്. അപ്പോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമയം പോയത് അറിയില്ല. ഇത്രയും നേരം കേട്ടിരുന്നതിന് ഏറ്റവും കുറ്റമൊക്കെ ഉണ്ടാവും, ഇല്ലാന്ന് പറയണ്ട. എന്നിരുന്നാലും എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? തിരുത്താം. അതേപോലെ തന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീലപ്രഭുപാദിന്റെ ആചാര്യവാദിന്റെ എല്ലാവരെയും അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ഭഗവത്ഗീത 15-14 ശ്ലോകം നമുക്ക് അല്പസ്വല്പമൊക്കെ വായിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അവർക്ക് എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.